അപ്പോൾ നമുക്ക് ഡെറാഡൂണിൽ എത്തിയതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അപ്പം നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു 1 അവർ ട്രാവൽ ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഒരുപാട് കറിവേപ്പിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് പറിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് റോഷനിയുടെ അങ്ങോട്ടാണ് വന്നത്. എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ കണ്ണൻ വരുന്ന വഴിയിൽ 1 അവർ ഇല്ലായിരുന്നു. അപ്പം നല്ല ടയേർഡായിരുന്നു. അങ്ങനെ അവൻ ഉറങ്ങിപ്പോയി. വന്നപ്പോഴത്തേക്ക് പിന്നെ എണീറ്റ് ആദ്യം കുറച്ച് മോശമായിട്ടായിരുന്നു, പിന്നെ അവൻ ഓക്കെ ആയി. റോഷിനി നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മീൻ കറി തന്നെ 2 ടൈപ്പ് ഉണ്ടായിരുന്നു. മീൻ പൊരിച്ചതുണ്ടായിരുന്നു, ബീട്രൂട്ട് തോരൻ, സാമ്പാർ, പിന്നെ തക്കാളി മുരിങ്ങയും കൂടെ ഉള്ള കറി. അങ്ങനെ പിന്നെ ഞാനും നന്ദൂടെ കുറച്ച് നേരം വെയിൽ കൊള്ളാനിരുന്നു. എനിക്ക് വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് സെറ്റാവണ്ടേ. അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണക്ക് ഞാൻ ഫുഡ് കഴിച്ച്. ട്രെയിനകത്ത് നമ്മൾ ഹോംലി ഫുഡായിരുന്നു ഒരുപാടും. അപ്പോൾ വന്നപ്പോഴും ഹോംലി ഫുഡ് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. കണ്ണന് ഞാൻ വരുന്ന വഴിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കയ്യിൽ കഴുകിയിട്ടേക്കുന്ന കാണുമ്പോൾ അറിയാമല്ലോ ഒരു മലയാളി ക്വാർട്ടറാണെന്ന്. ഇതാണ് നമ്മുടെ ക്വാർട്ടർ. വന്ന് കയറിയപ്പോൾ ഞാൻ വണ്ടർ അടിച്ചു പോയി. കാരണം ഇത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. നന്ദു എനിക്ക് വീഡിയോ അയക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും വേണ്ട, ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ ഞാൻ ഒരുപാട് ഹാപ്പി. കാരണം ജോലിയും കഴിഞ്ഞ് വന്ന് രാത്രി 2-3 മണി വരെ ഈ തണുപ്പത്ത് ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് തോന്നി. കാരണം ഇത്രയൊക്കെ സ്വന്തമായിട്ട് ചെയ്തല്ലോ. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അൺപാക്ക് ചെയ്ത്, ഒത്തിരി സാധനങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് തുണി, ഇത് തന്നെ മെയിനായിട്ടുള്ളത്. പിന്നെ വന്ന് ഞങ്ങൾ എല്ലാം സാധനങ്ങൾ കൊണ്ടുവന്ന എല്ലാം ഡ്രസ്സാണ് ഓൾമോസ്റ്റ് ഉള്ളത്. അപ്പോൾ അതെല്ലാം മടക്കി അങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. കാരണം അത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജോലി കുറയും. പിന്നെ നൈറ്റ് ഫുഡ് നമ്മൾ റോഷനിയുടെ അങ്ങുന്നായിരുന്നു. ഇന്ന് വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവൾ പറഞ്ഞു ഇന്നൊന്നും വെക്കണ്ട, ഇനി വെക്കാൻ സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് വെക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയായിരുന്നു. ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് പിന്നെ ലേറ്റായി. പിന്നെ ഇതെല്ലാം വെച്ചിട്ട് വേണം, ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റോഷനിയുടെ അങ്ങ് എത്തി. അപ്പോഴത്തേക്കാണ് നന്ദുവും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നത്. രാത്രി നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കഴിച്ചത്. ഞാൻ ഒന്നും എടുത്തില്ല, കാരണം ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് തന്നെ എനിക്ക് ചെറുതായിട്ട് തലവേദന ഉണ്ടായിരുന്നു. പിന്നെ അനൂപേട്ടൻ നല്ലതായിട്ട് സ്ട്രോങ് കോഫി എനിക്ക് ഇട്ട് തന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.